ന്യൂസ് റൗണ്ട് അപ്പ്. നമസ്കാരം, NTV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദുബൈയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ലഭിക്കുന്നതിനുള്ള കാലതാമസം തുടരും. വിനയായത് ഓൺലൈൻ സംവിധാനത്തിലെ നടപടിക്രമങ്ങളെന്ന് അധികൃതർ. തൽക്കാൽ പാസ്പോർട്ടിന്റെ വിതരണവും അവതാളത്തിൽ. ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം 2 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് താഴ്ന്നു. രൂപയ്ക്ക് വിനയായത് ഡോളറിന്റെ മൂല്യവർധന. അമേരിക്കൻ ഫെഡറൽ റിസർവ് തീരുമാനം നിർണായകമാകും. അബുദാബി മുസഫയിൽ ഇന്നലെയുണ്ടായ അഗ്നിബാധയിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം. വെയർഹൌസും നിരവധി സാധന സാമഗ്രികളും പൂർണ്ണമായി കത്തിനശിച്ചു. അലൈൻ എയർ ഷോയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ചാമ്പ്യൻഷിപ്പ് വ്യാഴാഴ്ച തുടങ്ങും. 8 അന്താരാഷ്ട്ര ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. വാർത്തകളിലേക്ക് വിശദമായി. ദുബൈയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ലഭിക്കുന്നതിനുള്ള കാലതാമസം തുടരുമെന്ന് റിപ്പോർട്ട്. പുതുതായി ഏർപ്പെടുത്തിയ ഓൺലൈൻ സംവിധാനത്തിലെ നടപടിക്രമങ്ങളാണ് പാസ്പോർട്ടിന്റെ കാലതാമസത്തിന് കാരണം. തൽക്കാൽ പാസ്പോർട്ടിന്റെ വിതരണത്തെയും കാലതാമസം ബാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റിൽ നടപ്പാക്കിയ ഓൺലൈൻ സംവിധാനത്തിലെ നടപടിക്രമങ്ങളിൽ എടുക്കുന്ന കാലതാമസമാണ് ദുബൈയിൽ പാസ്പോർട്ട് വിതരണം തകരാറിലാക്കിയത്. ദുബൈയിൽ ലഭിക്കുന്ന ഓൺലൈൻ അപേക്ഷകൾ ഇന്ത്യയിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിലേക്ക് വേരിഫിക്കേഷനു വേണ്ടി അയക്കും. അവിടെ നിന്നും വേരിഫിക്കേഷൻ റിപ്പോർട്ട് ലഭിക്കുന്നതിലുള്ള കാലതാമസമാണ് പാസ്പോർട്ട് വിതരണത്തെ പ്രതികൂലമായി ബാധിച്ചതെന്ന് ദുബൈയിലെ ഇന്ത്യൻ പാസ്പോർട്ട് കോൺസുൽ സന്ദീപ് ചൗധരി വ്യക്തമാക്കി. ഒക്ടോബർ മുതലാണ് പാസ്പോർട്ടിനുള്ള അപേക്ഷകൾ കുന്നുകൂടുന്ന സാഹചര്യമുണ്ടായത്. അപേക്ഷ സമർപ്പിച്ച് 7 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ പാസ്പോർട്ട് ലഭിക്കുമായിരുന്നു എങ്കിലും ഇപ്പോൾ 15 പ്രവൃത്തി ദിവസത്തിലധികം എടുക്കുന്നുണ്ട്. ചില അപേക്ഷകൾ മാസങ്ങൾ വൈകുന്നതായും റിപ്പോർട്ടുണ്ട്. വളരെ വേഗത്തിൽ ലഭിക്കുന്ന തൽക്കാൽ പാസ്പോർട്ട് വിതരണത്തെയും കാലതാമസം ബാധിച്ചു. ഓൺലൈൻ സംവിധാനത്തിലെ തകരാറുകൾ പരിഹരിക്കുന്നതുവരെ കാലതാമസം തുടരാനാണ് സാധ്യതയെന്നും എന്നാൽ ജീവനക്കാർ അധിക സമയം ജോലി ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും സന്ദീപ് ചൗധരി അറിയിച്ചു. പ്രതിദിനം 800 അപേക്ഷകളാണ് ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ പാസ്പോർട്ടിനായി ലഭിക്കുന്നത്. അപേക്ഷ ലഭിച്ച് 15 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ പാസ്പോർട്ട് ലഭ്യമാക്കുക എന്ന ഇപ്പോഴത്തെ ലക്ഷ്യം കൈവരിക്കാൻ അതുകൊണ്ട് തന്നെ സാധിക്കില്ലെന്നാണ് സൂചന. NTV ദുബൈ. ഇന്ത്യൻ രൂപ കഴിഞ്ഞ 2 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് കൂപ്പുകുത്തി. എണ്ണയുടെ വിലയിടിവ് മൂലം US ഡോളർ ശക്തി പ്രാപിച്ചതാണ് ഇന്ത്യൻ രൂപയടക്കം പ്രവാസി നാണയങ്ങൾ വൻ തകർച്ച നേരിടാൻ കാരണം. US ഡോളറിന്റെ പിൻബലത്തിൽ UAE ദിർഹവുമായുള്ള രൂപയുടെ വിനിമയ നിരക്ക് വെള്ളിയാഴ്ച 18.29 എത്തിയിരുന്നു. രൂപ അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ നിലവാരം രേഖപ്പെടുത്തിയത് 2013 ദിർഹമിന് 18.55 രൂപയായിരുന്നു അന്നത്തെ നിരക്ക്. ഇതിനേക്കാൾ 25 പൈസ വ്യത്യാസത്തിലാണ് വെള്ളിയാഴ്ച രൂപ എത്തിയത്. വികസ്വര രാഷ്ട്രങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതമാണ് മൂല്യത്തകർച്ച മൂലമുണ്ടാകുക. രൂപയുടെ മൂല്യം ഡോളറിന് 67.26 രൂപ എന്ന നിലയിലെത്തുന്നത് ഗുണകരമല്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. കറൻസികളുടെ മൂല്യം കുറയുന്നത് പലപ്പോഴും പ്രവാസിക്ക് വൻ നേട്ടമുണ്ടാക്കാറുണ്ട്. US പലിശ നിരക്ക് ഉയരുമെന്ന് ഉറപ്പായതാണ് ആഗോള നാണയങ്ങളുമായി ഡോളർ ശക്തി പ്രാപിക്കാൻ കാരണമായത്. ഈ ആഴ്ച നടക്കുന്ന US ഫെഡറൽ റിസർവിന്റെ 2 ദിവസത്തെ യോഗത്തിലേക്കാണ് സാമ്പത്തിക വിദഗ്ധരുടെ നോട്ടം. 9 വർഷത്തിനിടെ ആദ്യമായാണ് അമേരിക്കയിൽ ഫെഡറൽ റിസർവ് പലിശ വർധനയ്ക്കൊരുങ്ങുന്നത്. ചൊവ്വാഴ്ചയാണ് ഫെഡറൽ റിസർവിന്റെ യോഗം നടക്കുക. ബുധനാഴ്ച പലിശ നിരക്കിനെ കുറിച്ച് പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. NTV ദുബായ്. UAEയുടെ വശ്യ സൗന്ദര്യം തുറന്നു കാണിക്കുന്ന ദുബായ് ടൂർ 2016 ഫെബ്രുവരി 3-ന് ആരംഭിക്കും. ലോകത്തിലെ പ്രമുഖ സൈക്ലിസ്റ്റുകൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ 16 ടീമുകൾ 4 ഘട്ടങ്ങളിലായാണ് മാറ്റുരയ്ക്കുക. സൈക്ലിംഗ് രംഗത്തെ പ്രമുഖർ ഉൾപ്പെടുന്ന 16 ടീമുകളാണ് ഇത്തവണ ദുബായ് ടൂറിൽ മത്സരത്തിനായി ഇറങ്ങുക. UAEയുടെ പാരമ്പര്യവും പ്രമുഖ കേന്ദ്രങ്ങളും പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫുജേറ, നക്കീൽ, വെസ്റ്റിൻ, ബുർജ് ഖലീഫ എന്നിങ്ങനെ 4 ഘട്ടങ്ങളിലായാണ് മത്സരം. നീല, ചുവപ്പ്, വെള്ള, UAEയുടെ പതാക നിറം എന്നിങ്ങനെ 4 നിറത്തിലാണ് ജേഴ്സികൾ. ദുബായ് ഇന്റർനാഷണൽ മറൈൻ ക്ലബിൽ നിന്നും ഫെബ്രുവരി 3-ന് ആരംഭിക്കുന്ന മത്സരത്തിൽ 179 കിലോമീറ്ററാണ് മത്സരത്തിനായി താണ്ടേണ്ടത്.
ഫുജേറയും ആദ്യഘട്ടത്തിലെ മത്സരത്തിൽ ഉൾപ്പെടും. രണ്ടാം ഘട്ടത്തിൽ നക്കീൽ ദുബായ് ഇന്റർനാഷണൽ മറൈൻ ക്ലബിൽ നിന്നും പാം ജുമേറയിലേക്ക് 158 കിലോമീറ്റർ ദൂരമുണ്ട്. വെസ്റ്റിൻ ഘട്ടത്തിൽ 5-നാണ് മത്സരം ആരംഭിക്കുന്നത്. ദുബായ് ടൂറിന്റെ ഏറ്റവും വിഷമം പിടിച്ച ഘട്ടമാണിതെന്ന് അധികൃതർ പറഞ്ഞു. ഹത്ത അണക്കെട്ടു മേഖല താണ്ടേണ്ടതാണ് ഈ ഘട്ടത്തിലെ മത്സരം. ബുർജ് ഘട്ടത്തിൽ 132 കിലോമീറ്റർ ആണ് ഉള്ളത്. ദുബായ്, ഷാർജ, റാസൽ കൈമ, ഫുജേറ എന്നീ എമിറേറ്റുകളിലൂടെയാണ് മത്സരം കടന്നുപോകുന്നത്. NTV ദുബായ്. അബുദാബി മുസഫ വ്യവസായ മേഖലയിൽ വൻ അഗ്നിബാധ. എമിറേറ്റ്സ് പെട്രോകെമിക്കൽ കമ്പനിയിൽ ഇന്നലെ വൈകിട്ടുണ്ടായ അഗ്നിബാധയിൽ വെയർഹൌസും ലക്ഷക്കണക്കിന് ദിർഹത്തിന്റെ സാധന സാമഗ്രികളും കത്തിനശിച്ചു. മുസഫ വ്യവസായ മേഖലയിൽ ഐക്കാർഡ് റെസിഡൻഷ്യൽ കോംപ്ലക്സിന് സമീപം എമിറേറ്റ്സ് പെട്രോകെമിക്കൽ എന്ന കമ്പനിയുടെ വെയർഹൌസിലുണ്ടായ തീപിടുത്തത്തിൽ സാധന സാമഗ്രികളെല്ലാം കത്തിച്ചാമ്പലായി. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് തീപിടുത്തത്തിന് കാരണം. പ്ലാസ്റ്റിക്കും പെട്രോകെമിക്കൽസും അഗ്നിബാധയിൽ കത്തിയമർന്നു. ആളപായമുണ്ടായിട്ടില്ലെന്നാണ് വിവരം. അബുദാബി പോലീസും അഗ്നിശമന സേനയും ഉടൻ സംഭവ സ്ഥലത്തെത്തി. രാസപദാർത്ഥങ്ങളായതിനാൽ വെയർഹൌസിലെ സാധനങ്ങൾ പെട്ടെന്ന് കത്തിക്കരിഞ്ഞു. കറുത്ത പുകപടലങ്ങൾ മണിക്കൂറുകളോളം അന്തരീക്ഷത്തിൽ തങ്ങിനിന്നു. ഇൻഡസ്ട്രിയൽ സിറ്റിയിലായതിനാൽ ജനജീവിതത്തെ കാര്യമായി ബാധിച്ചില്ലെങ്കിലും തൊട്ടടുത്ത ഐക്കാർഡ് ലേബർ ക്യാമ്പിലെ താമസക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി ഇവിടെ താമസിക്കുന്നവർ പറഞ്ഞു. NTV ദുബായ്. ദുബായിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി യുവതിയും 2.5 വയസ്സുള്ള മകളും മരിച്ചു. കൊയിലാണ്ടി കാട്ടിലെ പീടിക റിജാദ് നാരങ്ങോളിയുടെ ഭാര്യ ഷാനിബ, മകൾ ഷെയ്സ, ഐറിൻ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ റിജാദ് ദുബായ് റാഷിദ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറിനു പിന്നിൽ സ്വദേശി വനിത ഓടിച്ചിരുന്ന കാർ ഇടിച്ചാണ് അപകടം ഉണ്ടായത്. അബുദാബി മദീനത്ത് സായിദിൽ നടക്കുന്ന അൽദഫ്ര ഒട്ടക ഓട്ട മത്സരത്തിൽ ഇത്തവണ റെക്കോർഡ് ഒട്ടകങ്ങൾ പങ്കെടുക്കും. വിവിധ മത്സരങ്ങളിലായി 30,000-ത്തിലധികം ഒട്ടകങ്ങൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മരുഭൂമിയെ തമ്പുകളുടെയും താൽക്കാലിക കൂടാരങ്ങളുടെയും കേന്ദ്രമാക്കിയാണ് അൽദഫ്ര ക്യാമൽ ഫെസ്റ്റ് പുരോഗമിക്കുന്നത്. സ്വദേശി ഒട്ടകങ്ങളുടെ വിവിധ മത്സരങ്ങളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്നത്. ഒട്ടകങ്ങളുടെ പാൽക്കറക്കൽ മത്സരമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേരെ ആകർഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ പാൽ ചുരത്തുന്ന ഒട്ടകത്തെ കണ്ടെത്താനാണ് ഈ മത്സരം. ചൂടോടെ ഒട്ടകപ്പാൽ കുടിക്കാനും സന്ദർശകരുടെ തിരക്കാണ്. ഓരോ ദിവസവും 50 ഒട്ടകങ്ങളെ വീതമാണ് കറക്കുന്നത്. രാവിലെ സൂര്യോദയത്തോടെ ആരംഭിക്കുന്ന മത്സരം ചില ദിവസങ്ങളിൽ വൈകുന്നേരം വരെ നീണ്ടുനിൽക്കും. ഈ ആഴ്ച അവസാനിക്കുന്നതോടെ സ്വദേശി ഒട്ടകങ്ങൾക്ക് മാത്രമായുള്ള മത്സരങ്ങളും സമാപിക്കും. തുടർന്ന് ഗൾഫ് മേഖലകളിൽ നിന്നുമുള്ള ഒട്ടകങ്ങൾ മത്സരത്തിനെത്തും. ഒമാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഒട്ടകങ്ങളെല്ലാം ഇക്കൂട്ടത്തിലുണ്ടാകും. 30,000 ഒട്ടകങ്ങളെങ്കിലും ഇത്തവണ മത്സരത്തിൽ പങ്കെടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ. 100-ലധികം ഇനങ്ങളിലായാണ് ഒട്ടകങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം നടക്കുക. ഒട്ടകങ്ങളുടെ സൗന്ദര്യ മത്സരമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. സ്വദേശികളുടെ നൃത്തങ്ങളും പാരമ്പര്യ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവുമെല്ലാം അൽദഫ്ര ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും. അബുദാബി കിരീടാവകാശിയും UAE ഉപസൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ രക്ഷാകർതൃത്വത്തിലാണ് ഫെസ്റ്റ് നടക്കുന്നത്. ഈ മാസം 30-നാണ് അൽദഫ്ര ഫെസ്റ്റ് സമാപിക്കുക. NTV അബുദാബി. ദുബായ് സബീൽ പാർക്കിൽ വ്യത്യസ്തമായ രൂപകൽപ്പനയിൽ പുതിയ തീം പാർക്ക് വരുന്നു. 3 കോടി ദിർഹം ചെലവിൽ നിർമ്മിക്കുന്ന തീം പാർക്കിൽ ദുബായ് ഗാർഡൻ ഗ്ലോ എന്ന പേരിലാണ് പൂന്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ പ്രകാശിക്കുന്ന പൂക്കളും പൂമരങ്ങളുമായാണ് ദുബായ് ഗ്ലോ ഗാർഡൻ സന്ദർശകരെ വരവേൽക്കുക. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുമുള്ള സുപ്രധാന കാഴ്ചകളും ലോകാത്ഭുതങ്ങളുമൊക്കെ പൂന്തോട്ടത്തിൽ പുനരാവിഷ്കരിക്കും. ഓരോ രാജ്യത്തിന്റെ സവിശേഷതകളും ഗ്ലോ ഗാർഡന്റെ ഭാഗമാകും. ഗിന്നസ് റെക്കോർഡ് പ്രതീക്ഷിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഷെയ്ഖ് സായിദ് പള്ളിയുടെ മാതൃകയാണ് ഗാർഡൻ ഗ്ലോയിലെ മറ്റൊരാകർഷണം. 90,000 ചൈന കപ്പുകളും പ്ലേറ്റുകളും സ്പൂണുകളുമൊക്കെയാണ് ഇതിനായി ഉപയോഗപ്പെടുത്തുക. 3,30,000 മരുന്നുകുപ്പികൾ ഉപയോഗിച്ച് ബുർജ് ഖലീഫയുടെ മാതൃകയും തീർക്കും. 12 മീറ്റർ ആയിരിക്കും ചെറു ഖലീഫയുടെ ഗോപുരത്തിന്റെ ഉയരം. സംഗീത നൃത്ത പ്രകടനങ്ങളടക്കം വൈവിധ്യമാർന്ന വിനോദ പരിപാടികളും പൂന്തോട്ടത്തിൽ ഒരുക്കും. കുട്ടികൾക്കായുള്ള വിനോദങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രുചികൾ പരിചയപ്പെടുത്തുന്ന ഫുഡ് സ്ട്രീറ്റും സജ്ജീകരിക്കും. പാഴ്വസ്തുക്കൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഗാർഡൻ രൂപം നൽകുക. മധ്യപൂർവേഷ്യയിലെ 1ാം നിര വാണിജ്യ കേന്ദ്രമെന്നതിനൊപ്പം മികച്ച വിനോദ കേന്ദ്രമെന്ന നിലയിൽ കൂടി ദുബായിയെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ ഹുസൈൻ നാസർ ലൂത്ത പറഞ്ഞു. NTV ദുബായ്.
അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണ വിലയിടിവ് ഗൾഫ് നാടുകളിലെ സമ്പദ് വ്യവസ്ഥയെ വൻ പ്രതിസന്ധിയിലാക്കുമെന്ന് ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ 11 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് എണ്ണവില കൂപ്പുകുത്തി. അടുത്ത വർഷവും എണ്ണവിലയിലെ ഇടിവ് തുടരുമെന്നാണ് ഏജൻസിയുടെ റിപ്പോർട്ട്. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് തൊട്ടു മുൻപുണ്ടായിരുന്ന സാമ്പത്തിക സാഹചര്യങ്ങളിലേക്കാണ് ലോകം നീങ്ങുന്നതെന്ന സൂചനയാണ് ഇന്റർനാഷണൽ എനർജി ഏജൻസി നൽകിയത്. എണ്ണവിലയെ ആശ്രയിച്ചുള്ള ഗൾഫ് സമ്പദ് വ്യവസ്ഥയെയാണ് ഈ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി ബാധിക്കുക. മിക്ക രാജ്യങ്ങളിലും സാമ്പത്തിക ഞെരുക്കം പ്രകടമാണെന്നും ഏജൻസി റിപ്പോർട്ട് പറയുന്നു. ക്രൂഡ് ഓയിൽ വില ബാരലിന് $38 കൂപ്പുകുത്തിയത്. 2004 ഇത്രയധികം താഴ്ന്ന നിരക്കിൽ ക്രൂഡ് ഓയിൽ വിൽപ്പന നടന്നത്. ഇതിന്റെ ഫലമായിട്ടാണ് 2007 അവസാനം മുതൽ ആഗോള സാമ്പത്തിക മാന്ദ്യം പ്രകടമായി തുടങ്ങിയത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 5% വിലയിടിവ് അസംസ്കൃത എണ്ണയിലുണ്ടായി. അടുത്ത ആഴ്ചയോടെ പെട്രോളിയം വില ബാരലിന് $34 ആയി കുറയുമെന്നാണ് വിലയിരുത്തൽ. വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റിലെ ഫ്യൂച്ചർ ട്രേഡിംഗിൽ ഇന്ധനവില 2008 സാമ്പത്തിക മാന്ദ്യ സമയത്ത് $32.4 ആയിരുന്നു. ഈ സാഹചര്യത്തിലേക്കാണ് ഇന്ധനവില താഴുന്നതെന്നും ഇന്റർനാഷണൽ എനർജി ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ വർഷത്തിന്റെ തുടക്കത്തിൽ $100 വരെ വിലയുണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ വിലയാണ് $38 കൂപ്പുകുത്തിയത്. ഈ ഇടിവ് സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ എണ്ണയുൽപാദക രാജ്യങ്ങളായ GCC രാജ്യങ്ങളെ വൻതോതിൽ ബാധിച്ചിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളെയും സാമ്പത്തിക അടിത്തറയെയും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് NTV. ഗതാഗത നിയമം ലംഘിക്കുന്നവരെ പിടികൂടാൻ പുതിയ ക്യാമറകൾ സ്ഥാപിക്കാൻ ദുബായ് പോലീസ് തീരുമാനിച്ചു. ഇതനുസരിച്ച് 2016 ജൂണോടെ 70 സ്ഥലങ്ങളിൽ പുതിയ ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. റോഡുകളിലെ വളവുകളിലും വഴിതിരിയുന്ന എക്സിറ്റുകളിലും ട്രാഫിക് ലൈൻ തെറ്റിക്കുന്നവരെ പിടികൂടുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ക്യാമറകൾ സ്ഥാപിക്കുന്നത്. ബൈക്ക് യാത്രക്കാരെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് പുതിയ ക്യാമറകളെന്ന് ദുബായ് പോലീസ് ഓപ്പറേഷൻസ് വിഭാഗം മേധാവി ബ്രിഗേഡിയർ കമേൽ ഭട്ടി അൽ സുവൈദി അറിയിച്ചു. ആദ്യഘട്ടത്തിൽ പരീക്ഷണം പൂർത്തിയാക്കിയ 70 പ്രധാന കേന്ദ്രങ്ങളിൽ 2011 ജൂണോടെ പുതിയ ക്യാമറകൾ സ്ഥാപിക്കും. ഇവയുടെ പ്രവർത്തനവും കാര്യക്ഷമതയും വിലയിരുത്തിയ ശേഷം കൂടുതൽ മേഖലകളിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും. പുതിയ ക്യാമറയിൽ വാഹനങ്ങളുടെ ചലനങ്ങൾ പരിശോധിക്കാൻ കഴിയുന്ന വിധത്തിൽ വീഡിയോ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ സംവിധാനം വഴി റോഡുകൾ നിരീക്ഷിക്കാനും വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ സ്കാൻ ചെയ്യാനും വിവരങ്ങൾ അപ്പോൾ പോലീസ് കൺട്രോൾ റൂമിന് കൈമാറാനും കഴിയുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇത്തരത്തിൽ ക്യാമറകൾ പിടികൂടുന്ന നിയമലംഘനങ്ങൾ പോലീസ് കൺട്രോൾ റൂമിൽ പരിശോധിക്കപ്പെടുകയും പിഴയടക്കമുള്ള കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NTV ദുബായ്. അലൈൻ എയർ ഷോയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വ്യാഴാഴ്ചയാണ് എയർ ഷോ ആരംഭിക്കുക. 8 അന്താരാഷ്ട്ര ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. ഗൾഫ് മേഖലയിലെ ഏറ്റവും ജനകീയമായ എയർ ഷോയാണ് അലൈൻ എയർ ചാമ്പ്യൻഷിപ്പ്. എയർ ഷോ നടക്കുന്ന ഗാർഡൻ സിറ്റിയിലെ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലെത്തി. എയർ ഷോയുടെ 10ാമത് എഡിഷനായ കഴിഞ്ഞ തവണത്തെ ചാമ്പ്യൻഷിപ്പ് കാണാൻ 45,000 പേരാണ് എത്തിയത്. ഇത്തവണ ഇത് 1,00,000 കവിയുമെന്നാണ് കണക്ക്. UAEയുടെ നാഷണൽ എയറോബാറ്റിക് ടീമടക്കം 8 അന്താരാഷ്ട്ര ടീമുകൾ എയർ ഷോയിൽ പങ്കെടുക്കും. മിറാജ് F-16, സൗദി ഹോക്സ്, ചൈനയുടെ റെഡ് ബുൾ, UKയുടെ ബ്രീറ്റ്ലിംഗ് എന്നിവയെല്ലാം ആകാശത്ത് വിസ്മയങ്ങൾ തീർക്കാനെത്തും. ലോകത്തിലെ ആദ്യത്തെ സ്ത്രീകളുടെ സ്കൈ ഡൈവിംഗ് ടീമായ മിസ്റ്റി ബ്ലൂവിന്റെ പ്രകടനവും അലൈൻ എയർ ഷോയുടെ ഭാഗമായി നടക്കും. വ്യാഴാഴ്ച തുടങ്ങുന്ന എയർ ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച വരെ നീണ്ടുനിൽക്കും. 30 ദിർഹം, 60 ദിർഹം, 150 ദിർഹം എന്നിങ്ങനെയാണ് വിവിധ ടിക്കറ്റുകളുടെ നിരക്ക്. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. രാവിലെ 11 മുതൽ രാത്രി 9:30 വരെയാണ് ആഘോഷങ്ങൾ നടക്കുക. NTV അബുദാബി. ഇനി ഇന്നത്തെ കാലാവസ്ഥ. ഇനി വിനിമയ നിരക്ക്. സ്വർണ്ണവില.
അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദുബൈയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ലഭിക്കുന്നതിനുള്ള കാലതാമസം തുടരും. വിനയായത് ഓൺലൈൻ സംവിധാനത്തിലെ നടപടിക്രമങ്ങളെന്ന് അധികൃതർ. തൽക്കാൽ പാസ്പോർട്ടിന്റെ വിതരണവും അവതാളത്തിൽ. ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം 2 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് താഴ്ന്നു. രൂപയ്ക്ക് വിനയായത് ഡോളറിന്റെ മൂല്യവർധന. അമേരിക്കൻ ഫെഡറൽ റിസർവ് തീരുമാനം നിർണായകമാകും. അബുദാബി മുസഫയിൽ ഇന്നലെയുണ്ടായ അഗ്നിബാധയിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം. വെയർഹൌസും നിരവധി സാധന സാമഗ്രികളും പൂർണ്ണമായി കത്തിനശിച്ചു. അലൈൻ എയർ ഷോയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ചാമ്പ്യൻഷിപ്പ് വ്യാഴാഴ്ച തുടങ്ങും. 8 അന്താരാഷ്ട്ര ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇനി എംപ്ലോയ്മെന്റ് ന്യൂസുമായി നിഷയെത്തും. നമസ്കാരം.